സോ ഹലോ ഗൈസ്, നമ്മുടെ ടാലി കോഴ്സിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് വൗച്ചേഴ്സിനെ പറ്റി, എങ്ങനെയാണ് വൗച്ചേഴ്സിൽ എങ്ങനെ എൻട്രി ഇടുന്നു, അതുപോലെ വൗച്ചേഴ്സിൽ എങ്ങനെയൊക്കെ നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ മാറ്റാം, അതുപോലെ എങ്ങനെ നമുക്ക് വൗച്ചേഴ്സ് കസ്റ്റമൈസ് ചെയ്തെടുക്കാം, പിന്നെ അതുപോലെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ എൻട്രീസ് കാര്യങ്ങൾ കണ്ടു. സോ ഇതൊക്കെ നിങ്ങൾ കീപ്പ് ഓൺ പ്രാക്ടീസിങ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ വളരെ നല്ലൊരു എക്സ്പേർട്ട് ആവാൻ പറ്റും. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 3 ടോപ്പിക്സ് ആണ്. ഒന്ന്, വൗച്ചേഴ്സിൽ നമ്മൾ പേറോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അവർക്കുള്ള ഒരു എക്സ്പെൻസും കമ്പനിയുടെ ഒരു മേജർ എന്താ പറയുക, ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് കറക്റ്റ് ഒരു മെഷർമെന്റ് കാര്യങ്ങളും, അതുപോലെ തന്നെ പേ സ്ലിപ്പ്, എംപ്ലോയീസിനാണെങ്കിലും പല പല കാര്യങ്ങൾക്കായിട്ട് പേ സ്ലിപ്പും മറ്റു കാര്യങ്ങളും ആവശ്യമുള്ളതാണ്. സോ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഭാഗ്യം എന്ന് വെച്ചാൽ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അതിനും ഓരോരോ വഴികൾ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് എന്താ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക്കലി നമുക്ക് നമ്മുടെ പേറോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ടാലിയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇതിലെങ്ങനെ നമുക്ക് GST റേറ്റ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓരോ സ്റ്റോക്കിനും നമ്മുടെ കയ്യിലുള്ള ഐറ്റംസിന് GST റേറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നാണ്. സോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന വഴി നമുക്ക് ഓരോ പ്രൊഡക്ട്സും കറക്റ്റായിട്ട് ക്ലർക്ക് എറർ ഇല്ലാതെ നമുക്ക് ബില്ലിങ്ങും അതുപോലെ പർച്ചേസും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അതായത് ഇതിൽ ഉള്ള ഒരു ഡേ ബുക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ. സോ അതെന്താണെന്നും അതെങ്ങനെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോർഷനായ നമുക്ക് പേറോൾ എങ്ങനെ കീപ്പ് ചെയ്യാം മുതലായ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സോ പേറോൾ കീപ്പ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കമ്പനി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യണം. ഓക്കെ, കമ്പനിയുടെ ഫീച്ചേഴ്സിൽ ഇവിടെ കണ്ടല്ലോ, ഈ പേറോൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കണ്ടില്ലേ, അതിൽ മെയിൻറ്റെയിൻ പേറോൾ എസ് ആക്കി കൊടുക്കുക. പിന്നെ എനേബിൾ സ്റ്റാറ്റ്യൂട്ടറി പേറോൾ അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് എസ് ആക്കിയാൽ മതി. അതായത് ESI PF ഒക്കെ നിങ്ങൾക്ക് കമ്പൽസറിലി ആപ്ലിക്കബിൾ ആവുന്ന സിനാരിയോസിന് മാത്രം അത് എസ് ആക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് എസ് ആക്കുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് എംപ്ലോയീസിന്റെ പേര് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ മറ്റേ കമ്പനിയിൽ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുമ്പോൾ തന്നെ പേറോൾ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരും. സോ അതിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ് ആണ്. അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എംപ്ലോയിയുടെ എന്തിന്റെ ബേസിസിലാണ് നമ്മൾ പുള്ളിയുടെ സാലറി ആണെങ്കിലും വേജസ് ആണെങ്കിലും എന്തിന്റെ ബേസിസിലാണത് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേയ്മെന്റ് നടത്തുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നമ്മളതിന്റെ അത് ബേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ഇത്തിരി കൂടി ക്ലിയർ ആയിട്ട് വരും. സോ ഇതിൽ ആദ്യം കൊടുക്കേണ്ടത് പ്രസന്റ്, അതായത് എംപ്ലോയി പ്രസന്റ് ആണെങ്കിൽ ഇത്രയും വേജസ് കൊടുക്കാം. ആ ഒരു എന്താ പറയുക, ഒരു പ്രീ ഡിഫൈൻഡ് കാര്യം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അണ്ടർ പ്രൈമറി തന്നെ കടന്നോട്ടെ. എന്നിട്ട് അറ്റൻഡൻസ് ഓർ ലീവ് വിത്ത് പേ, പീരിയഡ് ടൈപ്പ് ഡേയ്സ് ആയിരിക്കും. അതിന് ആവശ്യസ് ആക്സെപ്റ്റ് ചെയ്യുക. ഇനി വീക്ക് ഡേയ്സ്, അതായത് സാറ്റർഡേ സൺഡേ ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഹോളിഡേ ആണെങ്കിൽ നമ്മളത് എന്താ പറയാ, അറ്റൻഡൻസ് വിത്ത് പേ എന്നുള്ള ബേസിലാണ് കൊടുക്കാറ്. കാരണം ഇപ്പൊ സൺഡേ ലീവ് എടുത്തെന്ന് വെച്ചുകൊണ്ട് ഒരാൾക്ക് സാലറി കട്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യില്ല. സോ അറ്റൻഡൻസ് വിത്ത് പേ ആണ് നമ്മൾ കൊടുക്കുക. ഇനി ആബ്സെൻസ് കൊടുക്കുകയാണെങ്കിൽ അതും പ്രൈമറി തന്നെ കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്,
ആബ്സെൻസ് ആണെങ്കിൽ ലീവ് വിത്തൗട്ട് പേ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക, അത് SI കൊടുക്കുക. ഇനി അടുത്തത് വരുന്നത് ക്യാഷ്വൽ ലീവാണ്. അത് ക്യാഷ്വൽ ലീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെല്ലിംഗ് തേടിപ്പോയി. ക്യാഷ്വൽ ലീവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മാസവും ഒരു ഫിക്സഡ് ലീവ്, ഒരു ലീവ് നമുക്ക് എടുക്കാമെന്നുള്ളൊരു ഇത് മിക്ക ഫേംസിലുണ്ടാവും. സോ അത് നമുക്ക് അറ്റൻഡൻസ് വിത്ത് പേ തന്നെയാണ്. സോ അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും 3 കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് പേ ഹെഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പേ ഹെഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എംപ്ലോയിക്ക് പല പല കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ബേസിക് പേ, അതായത് സാലറിയിൽ വരുന്ന കമ്പോണൻസിനാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഓരോ കമ്പനിക്ക് ഓരോ ഉണ്ടാകും. ESA, PF അതൊക്കെ ഓരോരോ പേ ഹെഡ്സ് ആണ്. നമ്മളിപ്പോൾ ഒരു സിമ്പിൾ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ബേസിക് പേ ഒക്കെയാണ്. ബേസിക് പേ കൊടുക്കും. ഇതിൽ നമുക്ക് ഇവിടെ പേ ഹെഡ് ടൈപ്പ് കൊടുക്കാം. ഡിഡക്ഷൻ ആണോ? അല്ല, ബേസിക് പേ ഡിഡക്ഷൻ അല്ല, അതൊരു ഏർണിങ്സ് ആണ് എംപ്ലോയിക്ക്. പിന്നെ എംപ്ലോയീസ് സ്റ്റാറ്റസ് ESA, PF ഒക്കെ ആണെങ്കിൽ ഇതാണ് കൊടുക്കേണ്ടത്, സ്റ്റാറ്ററി ഡിഡക്ഷൻ. PF ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ. TDS, എംപ്ലോയീസിന് TDS ആണെങ്കിൽ സ്റ്റാറ്ററി ഡിഡക്ഷൻ കൊടുക്കാം. എംപ്ലോയർ PF ഒക്കെ ആണെങ്കിൽ സ്റ്റാറ്ററി കോൺട്രിബ്യൂഷൻ ആയി കൊടുക്കാം. പിന്നെ ഗ്രാറ്റുവിറ്റി വേണമെങ്കിൽ അത് കൊടുക്കാം. ലോൺ ആണോ മുതലായ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏർണിങ്സ് ഫോർ എംപ്ലോയീസ് ആണ്. അത് ഫിക്സഡ് ആണെന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി വേരിയബിൾ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഓരോ തവണ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അണ്ടർ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ കീഴിലാണ്. നെറ്റ് സാലറിനെ എഫക്ട് ചെയ്യോ? ഓഫ് കോഴ്സ് എഫക്ട് ചെയ്യും. പേ സ്ലിപ്പ്, അതായത് നമുക്കിതിൽ പേ സ്ലിപ്പ് ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയീസിന് നമുക്ക് അവർക്ക് ആവശ്യമുള്ള ഇപ്പോൾ ലോണ്, അവർക്കിപ്പോൾ ബാങ്കിൽ പേഴ്സണൽ ലോൺ മറ്റു കാര്യങ്ങൾക്കായിട്ട് എടുത്തിട്ട് ബാങ്കുകാർ ചോദിക്കാൻ പോകുന്നത് പേ സ്ലിപ്പ് ആയിരിക്കും. സോ അത് നമുക്ക് ഈ ടാലിയിൽ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിൽ വരേണ്ട പേര് ബേസിക് പേ തന്നെയാണ്. സോ അത് നമുക്ക് കൊടുക്കാം. യൂസ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് SI കൊടുക്കാം, ഇല്ലെങ്കിൽ അത് കൊടുക്കണ്ട. കാൽക്കുലേഷൻ ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലാറ്റ് റേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ വാല്യൂ കൊടുക്കാം. അറ്റൻഡൻസ് അത് നമ്മൾ ഭാവിയിൽ കാണും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ലാസ്റ്റ് യൂസർ ഡിഫൈൻഡ് കൊടുക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഒന്നുമില്ല, എൻ്റർ അടിക്കുക. ഇനി അടുത്തത് DA ആണ് ഞാൻ കൊടുക്കുന്നത്. അത് ഏണിങ്സ് ആണ്, ഫിക്സഡ് ആണെന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്നത്. ഇതും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നതാണ്. നെറ്റ് അഫക്റ്റ് നെറ്റ് സാലറി യെസ്. നെഗറ്റീവ് ഡിസ്പ്ലേഡ് വേണമെങ്കിൽ നെയിം ടു ബി ഡിസ്പ്ലേഡ് ഡിയർനെസ് അലവൻസ് എന്ന് കൊടുക്കാം. കാരണം സാലറി സ്ലിപ്പിലൊക്കെ അത് ഇത്തിരി പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. യൂസർ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കാം. യെസ്. ഇനി HRA കൊടുക്കാം. എംപ്ലോയീസ് ആണ്, ഫിക്സഡ് ആണ്, ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. HRA ഹൗസ് ആൻഡ് അലവൻസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സൈൻ കൊടുത്ത് നമ്മളിപ്പോൾ 3 കാര്യങ്ങളെ കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എംപ്ലോയിനെയാണ്. ആദ്യം നമ്മൾ കൊടുക്കാവുന്ന ഡീന് എന്ന് പറയുന്നത് എംപ്ലോയി. അണ്ടർ പ്രൈമറി ആയിട്ട് ഡേറ്റ് ഓഫ് ജോയിൻ നമുക്ക് കൊടുക്കാം. അത് പുള്ളി എന്നാണ് വന്നത്. ഇപ്പം മുമ്പത്തെ ഡേറ്റ് ആണെങ്കിൽ 1/4/2022 അങ്ങനെയൊക്കെ കൊടുക്കാം. അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ആവണമെന്ന് തന്നെയൊന്നുമില്ല. മുമ്പത്തെ ഡേറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം. ഡിഫൈൻ സാലറി ഡീറ്റെയിൽ ഇവിടെ വേണമെങ്കിൽ SIക്ക് കൊടുത്താൽ നമുക്ക് ഇവിടെ സാലറി എങ്ങനെ കൊടുക്കണം എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു പുള്ളിയുടെ സാലറി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. സോ അത് ജസ്റ്റ് നോക്കാം. ബേസിക് പേ കൊടുക്കുന്നു, DA കൊടുക്കുന്നു, HRA കൊടുക്കുന്നു,
ഓക്കെ, അതൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ എംപ്ലോയിയുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഫസ്റ്റ് ആണ് നമ്മൾ എംപ്ലോയി ഓരോ ഫേമിനും. പിന്നെ ഡെസിഗ്നേഷൻ വേണമെങ്കിൽ എന്താ പറയുക, ജനറൽ മാനേജർ എന്ന് കൊടുക്കാം. ഫങ്ഷൻ അത് വേണമെങ്കിൽ കൊടുക്കാം. ലൊക്കേഷൻ എറണാകുളം കൊടുക്കാം. ജെൻഡർ മെയിലാണ്. ഡേറ്റ് ഓഫ് ബർത്ത് വേണമെങ്കിൽ കൊടുക്കാം. ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിൽ കൊടുക്കാം. ബാക്കിയുള്ള അഡ്രസ്സ് കാര്യങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കാം. ബാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാങ്കിലേക്ക് നേരെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് നമ്പേഴ്സ് നമ്മൾ കൊടുത്താണ്. ബാങ്ക് നെയിം ഇവിടെ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യാണ്. ബ്രാഞ്ച് അത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ എങ്ങനെ വേണം നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ, നമുക്ക് ഈ ഫണ്ട് ട്രാൻസ്ഫറോ അങ്ങനെ കൊടുക്കാം. ഫെഡറൽ ബാങ്കിൽ നമ്മുടെ ബാങ്കിൽ അത്. പിന്നെ പാൻ, ഇൻകം ടാക്സിൽ പാൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. പി എഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ESI ഉണ്ടെങ്കിൽ ESI നമ്പർ കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് അബൈ എന്ന് പറയുന്ന ഒരാൾ ക്രിയേറ്റ് ചെയ്യാണ്. പുള്ളി ജോയിൻ ഡേറ്റ് അത് തന്നെ ആയിക്കോട്ടെ. സാലറി വേണമെങ്കിൽ നമുക്കിവിടെ DAHR ഞാൻ നമ്മൾ കൊടുക്കുകയാണ്. ഇത്രയും നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ വൗച്ചേഴ്സിൽ കാണാം. വൗച്ചേഴ്സിൽ ഇപ്പം നമ്മൾ F10 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പേറോൾ വൗച്ചേഴ്സ് 2 എണ്ണം അപ്പിയർ ചെയ്യാൻ വന്നിട്ടുണ്ടാവും. ഇത് 2ലാണ് നമ്മളത് ചെയ്യുന്നത്. സോ ആദ്യം അറ്റൻഡൻസ് കൊടുക്കുകയാണ്. സോ ഇവിടെ നമുക്ക് അറ്റൻഡൻസ് 30 മെയിലാണ്. അപ്പം നമ്മൾ ആദ്യം ദീനുവിൻ്റെ അറ്റൻഡൻസ് കൊടുക്കുകയാണ്. അറ്റൻഡൻസ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ആദ്യം കൊടുക്കുന്നത് പ്രസൻറ്റ്, എത്ര ദിവസം പ്രസൻറ്റ് ആയി എന്നുള്ളത്. 26 ദിവസം പ്രസൻറ്റ് ആയി. അബൈ എന്ന് പറയുന്ന ആള് സോറി, ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. സോറി, ദീനു എന്ന് പറയുന്ന ആളുടെ ആബ്സെൻസ് എത്ര ദിവസം ഉണ്ടായിരുന്നു പറയാം. 2 days ആബ്സെൻ്റ് ആയിരുന്നു. ദീനു എന്ന് പറഞ്ഞ ആള് ക്യാഷ് ലീവ് ഒന്നും എടുത്തിട്ടില്ലെന്ന് വിചാരിക്കുക. ദീനു എന്ന് പറഞ്ഞ ആള് വീക്ക് ഡേയ്സ് 2 എടുത്തുള്ളൂ. 2 സെൻ്റ് വർക്കിംഗ് ആണെന്ന് വിചാരിക്കാം. 30 days കവർ ചെയ്യുന്നുണ്ട്. ഇനി അബൈ എന്ന് പറയുന്നത് പുള്ളി പ്രസൻ്റ് ആയിരിക്കുന്നത് 24 days ആണ്. ആബ്സെൻ്റ് ആയിട്ടുള്ളത് 2 days ആണ്. വീക്ക് ഡേയ്സ് 4 ആണ്. കുഞ്ഞപ്പൻ പ്രസൻ്റ് ആയിരിക്കുന്നത് 26 days ഉണ്ട്. കുഞ്ഞപ്പൻ വീക്ക് ഡേയ്സ് 4. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മളപ്പോൾ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്തു. ഇനി അതർ വൗച്ചേഴ്സിൽ നമുക്ക് പേറോൾ സെറ്റ് ചെയ്യാം. നമ്മൾ ഏത് ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്, ഗ്രീനുവിൻ്റെ പേയ്മെൻറ്റ്, ബേസിക് സാലറി എത്രയാണെന്ന് ഡബിൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. 5,000 ആണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ DA എത്രയാണ്, നമ്മൾ 500 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ HR എത്രയാണ്, 250 ആണ് ഞാൻ കൊടുക്കുന്നത്. കുറച്ച് കുറഞ്ഞ വില ഒരു പണിയാണ്. ബേസിക് പേ 50,000 ആക്കാം. DA 5,000 ആക്കാം. 2,500 ആക്കാം.
ഇനി ഇവിടെ തന്നെ നമുക്ക് അടുത്ത ആളുടെ എടുക്കാം. അബയുടെ ബേസിക് സാലറി 40,000 ആക്കാം. DA 4,000 ആക്കാം. HRA 400. കുഞ്ഞപ്പൻ ബേസിക് പേ 35,000 ആണ്. DA 3,500 ആണ്. HRA 350 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്തു. ഫണ്ട് ട്രാൻസ്ഫറൊക്കെ നമ്മളത് വേണമെങ്കിൽ അത് വെച്ച് സെറ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്തു. സോ ഇനി ഇത് വന്നോന്ന് അറിയണ്ടേ? വന്നോന്ന് നമ്മൾ അറിയണത് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ ഇവിടെ പേറോൾ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതല്ലെങ്കിൽ ഡിസ്പ്ലേ റിപ്പോർട്ട്സിൽ പി ഞെക്കിയാലും മതി. ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പറയാൻ മറന്നുപോയി. അതായത് നമ്മളിവിടെ ഈ ഗേറ്റ് വേ ഓഫ് ടാലി എടുക്കുമ്പോൾ ചില വേർഡ്സ് ഒക്കെ ബോൾഡ് ലെറ്റേഴ്സിൽ, അതായത് ഇപ്പം ഇതിൻ്റെ കേസിലാണെങ്കിൽ ക്രിയേറ്റിൻ്റെ കേസിലാണെങ്കിൽ C, ഓൾട്ടറിൻ്റെ കേസിലാണെങ്കിൽ A, ചാർട്ടർ ഓഫ് അക്കൗണ്ട് ആണെങ്കിൽ H, വൗച്ചറിൻ്റെ ആണെങ്കിൽ B, ഡേ ബുക്കിൻ്റെ ആണെങ്കിൽ K, ബാങ്കിൻ്റെ ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ B, പ്രോഫിറ്റ് ആൻഡ് ലോസ്. അങ്ങനെ നമ്മൾ ഓരോന്നും ബോൾഡ് ലെറ്റേഴ്സ് നമ്മൾ കാണാം. സോ നമുക്ക് ആ ബോൾഡ് ലെറ്റേഴ്സ് ക്ലിക്ക് ചെയ്താൽ ഇത് ഷോർട്ട് കട്ടാണ്. ബോൾഡ് ലെറ്റേഴ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഓരോ റിപ്പോർട്ട്സിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക, ആരോ ബട്ടണിൽ നമ്മളിങ്ങനെ ഞെക്കി അല്ലെങ്കിൽ മൗസ് കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ട. സോ ഇപ്പം എനിക്ക് പേറോൾ റിപ്പോർട്ട്സ് ആണ് എടുക്കണമെങ്കിൽ ഞാൻ DP ഞെക്കും. അതിൽ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യും. നമ്മളിപ്പോൾ പേറോൾ രജിസ്റ്റർ ആണ് എടുക്കുന്നത്. പേറോൾ രജിസ്റ്ററിൽ നമ്മൾ റെക്കോർഡ് ചെയ്തതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ആ മാസം മൊത്തം കൊടുത്ത ബേസിക് പേ ആയിട്ട് കൊടുത്തത് 1,25,000 ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്താൽ ഓരോരുത്തരുടെ എന്തോരം അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇത് ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് വന്നാൽ താഴെ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിത് എടുത്ത് നോക്കിയാൽ നമുക്ക് ഗ്രീനുവിൻ്റെയും അതുപോലെ എല്ലാവരുടെയും അറിയാൻ പറ്റും. പിന്നെ നമുക്ക് പേ സ്ലിപ്പ്. ഇപ്പം ഈ നമ്മുടെ ഒരു എംപ്ലോയി പേ സ്ലിപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഗ്രീനുമാണ് നമുക്ക് പേ സ്ലിപ്പ് ചോദിക്കുന്നത്. ഇവിടെ പേ സ്ലിപ്പ് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഗ്രീനിന് സെലക്ട് ചെയ്താൽ മതി. അല്ലേ, പേ സ്ലിപ്പ് ഇവിടെ റെഡിയായി. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഇവിടെ വന്നു കഴിഞ്ഞു പേ സ്ലിപ്പ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ കൊടുത്ത ജനറൽ മാനേജറാണ്, എറണാകുളമാണ്. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, പുള്ളിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാ കാര്യം, ഡേറ്റ് ഓഫ് ജോയിനിങ് ഇന്ന ദിവസമാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ജോയിനിങ് വെച്ചിട്ട് പുള്ളി എത്ര നാൾ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്തു എന്ന് അറിയാൻ പറ്റും. പിന്നെ ആബ്സെൻസ് പ്രസൻറ്റ് എന്നാണ്, ഡേ വീക്ക് ഓഫ് എന്നാണ്. പിന്നെ ബേസിക് പേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വല്ല ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ വരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഒന്നല്ലെങ്കിൽ ഇവിടെ പ്രിൻ്റ് കൊടുക്കാം, അല്ലെങ്കിൽ OLTP കൊടുക്കാം. കറണ്ട് കൊടുത്താൽ ഇതേ പ്രിവ്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും ആ ഗ്രീൻ എന്ന് പറയുന്ന ആളുടെ പേ സ്ലിപ്പ് വരാം. വളരെ മനോഹരമല്ല. നമുക്ക് എന്താ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മുടെ എല്ലാ പേരും എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ബാങ്കിൽ കൊടുത്താൽ അവർ പിന്നെ വേറെ ഫോർമാറ്റ് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല, പക്കയാണ്. സോ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ടാലിയിൽ പേറോളും പേ സ്ലിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതായത് നമ്മൾ സ്റ്റോക്ക് കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏത് GST റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഫീച്ചേഴ്സിൽ പോയിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ചെയ്യുന്നത് എനേബിൾ GST ടാക്സ് GST എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ SI കൊടുക്കുക. എന്നിട്ട് ഓൾട്ടറിൽ സ്റ്റോക്ക് ഐറ്റംസ് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് കണ്ടോ, ഈ ഒരു പോർഷൻ നമ്മളത് SI കൊടുക്കുമ്പോൾ ഈ ഒരു പോർഷൻ വരും. അവിടെ നമുക്ക് IGST കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിൽ ഇവിടെ നാം കൊടുത്തിട്ടില്ല. സോ നമുക്ക് ഇവിടെ
സ്പെസിഫൈ ഡീറ്റെയിൽസ് ചെയ്യുമെന്ന് വന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ റേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ IGST കൊടുക്കുമ്പോൾ തന്നെ CGST HST അത് റേറ്റ് വന്നോളും. ഇപ്പോൾ 28% 14% ഓട്ടോമാറ്റിക് വരും. കൊടുക്കണം. സോ നമ്മളിതെല്ലാം 18% ആയിട്ട് കൊടുത്തു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കിൽ നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ട് വരാൻ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. സോ അത് നമുക്ക് പിന്നെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ടോപ്പിക്കിലേക്കാണ്, അതായത് ഡേ ബുക്ക്. ഈ ഡേ ബുക്ക് എന്താണെന്നും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡേ ബുക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമുക്കുള്ള ഒരു റിപ്പോർട്ടാണ്, അതായത് ഒരു സമ്മറി ഫോർമാറ്റ്. നമ്മളിപ്പോൾ നമ്മളെ എൻ്റർ ചെയ്ത ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാം നമുക്ക് കാണണം. അതായത് ഫുൾ ഒറ്റ ഒരു എന്താ പറയുക, നമുക്കതിൽ ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അതിനെപ്പറ്റി സ്റ്റഡി നടത്താനൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു റിപ്പോർട്ടാണ്. അതിൽ നമുക്ക് നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസും വേണമെങ്കിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ എടുക്കുമ്പോൾ 30th May, അതായത് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ ഒരു എൻട്രി ഉണ്ടല്ലോ, ഇപ്പോൾ കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 30 May. നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ആ ഒരു ഡേറ്റിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടോ അതൊക്കെ ആയിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇതിലുള്ള ഡ്രോയിങ്സ് ഉണ്ട്, പിന്നെ ഗ്രീന് നമ്മൾ ആ മറ്റേ എൻട്രി അറ്റൻഡൻസ് ഇട്ടില്ലേ അതിൻ്റെ കാര്യം, പിന്നെ പേറോൾ, ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിൽ ഡേ ബുക്കിൽ വരും. ഇത് നമുക്കൊരു എന്താ പറയുക ഒരു ഫുൾ മന്ത് അല്ലെങ്കിൽ വേണ്ട, നമ്മൾ 1st April മുതൽ ഇതുവരെ ഉള്ളതാണ് നമുക്ക് വേണ്ടെങ്കിൽ സിമ്പിളാണ്. ഓൾട്ട് F2 അടിക്കുക. അപ്പം നമുക്ക് പീരീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ 1/4/23 ടു ഇന്നത്തെ ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്തേക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമുക്കിതിൽ കാണാൻ പറ്റും. ഓക്കെ, ക്യാപിറ്റൽ കൊണ്ടുവന്ന മുതൽ 1st April മുതൽ 30th May വരെയുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതിൽ ഇനി കുറച്ചും കൂടി അഡീഷണൽ ഇതുണ്ട്. അതായത് നമുക്ക് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യാം. അതായത് ഇതിലിപ്പോൾ ഉള്ളത് എല്ലാ വൗച്ചേഴ്സും ഉണ്ട്. ഇത് നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യണം. നമുക്ക് റെസീപ്റ്റ് ബേസ് വൗച്ചേഴ്സ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് റെസീപ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ റെസീപ്റ്റ് എത്ര ഉണ്ടോ അത് മാത്രം വരും. ഇനി വൗച്ചർ ടൈപ്പ് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്, ജേണലാണ് കൊടുക്കുന്നത്. അപ്പോൾ ജേണലിലുള്ള എന്തോരം വരും, എത്ര വൗച്ചേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ടോ അങ്ങനെ നമുക്കെല്ലാം. ഇനി ഓൾ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് എല്ലാ വൗച്ചേഴ്സും നമുക്ക് ഇതിൽ വിസിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ വാല്യൂ ടൈപ്പ് വൗച്ചേഴ്സ്, അതായത് ഓൾ വൗച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാം വരും. അതായത് ഇപ്പോൾ അറ്റൻഡൻസ് വന്നില്ലേ, അങ്ങനെ അക്കൗണ്ടിങ് എൻട്രീസ് ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ
നമ്മുടെ ആ സ്റ്റോക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻവെന്ററി എൻട്രീസ് ഒക്കെ നമ്മുടെ ഇവിടെ നിന്ന് പോകും. ഓക്കെ, അക്കൗണ്ടിങ് എൻട്രീസ് ആണ് കൊടുക്കണമെങ്കിൽ കണ്ടോ, അക്കൗണ്ടിങ് എൻട്രീസ് കൊടുക്കുമ്പോൾ ആ സ്റ്റോക്ക് ജേണൽ അത് മാത്രമാണ് ഇൻവെന്ററി ബേസ്ഡ് ആയിട്ടുള്ള വൗച്ചേഴ്സ്. സോ അത് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ യൂഷ്വലി കൊടുക്കുക ഓൾ വൗച്ചേഴ്സ് ആണ്. ഓൾ വൗച്ചേഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ അപ്ലൈ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾ F അടിച്ചാൽ അത് ഓട്ടോമാറ്റിക് ആവും. അപ്പൊ ഇതിൽ നമുക്ക് വേർഡ്സോ നമ്മളെന്താ പറയാ, ഇപ്പൊ ഒരു നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്യണോ, അല്ലെ നമുക്ക് ഇവിടെ വേർഡ്സ് ഇതിലുള്ള ഒരു വേർഡ്സ് ഇപ്പൊ ഞാൻ ജോയി എന്ന് അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ജോയി ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം വരും. ഓക്കെ, ജോയുടെ ക്യാപിറ്റൽ ഒന്ന്. ഇനി ഇവിടെ ഈ ഡ്രോയിങ്സ് എന്താ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ബി ഡ്രോയിങ്സ് ബൈ ജോയ്. ആ ജോയ് എന്നുള്ള വാക്ക് വന്നുകൊണ്ട് അതും ഇവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ ഫിൽറ്റർ കളഞ്ഞ സോറി. ഓക്കെ, ഫിൽറ്റർ ഉണ്ടോന്ന് എസ്കേപ്പ് അടിച്ചാൽ മതി, ഫിൽറ്റർ പോയിക്കോളും. സോ അങ്ങനെ നമുക്ക് ഫിൽറ്റർ ഇട്ട് ഓരോന്ന് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചേഞ്ച് വ്യൂ വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഡേറ്റ് അത് ജസ്റ്റ് എന്താ പറയാ, ഒരു ട്രാൻസാക്ഷൻ ഒരു വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ നമ്മളത് വിട്ട് കളഞ്ഞതാണ് കാര്യം. ഇനി ഇവിടെ നമുക്ക് ക്യാൻസൽഡ് വൗച്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഓപ്ഷണൽ വൗച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കണമെങ്കിൽ അത് മാത്രം ആ റിപ്പോർട്ടായിട്ട് വരും. ഇനി നമ്മളിവിടെ കോൺഫിഗറേഷനിൽ ഷോ നരേഷൻ ആയി കൊടുത്താൽ നമ്മൾ കൊടുത്താൽ നരേഷൻ ഇതിൻ്റെ താഴെയായിട്ട് വരും. ഈ ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് അത് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്ത് കാണിക്കാം. സോ അപ്പം നിങ്ങൾക്ക് ഇത്രയും കൂടി മനസ്സിലാവും. പിന്നെ ഇവിടെ നമുക്ക് സോർട്ട് ചെയ്യാനൊക്കെ ഇതുണ്ട്. അതായത് ഇപ്പം നമ്മൾ ബൈ ഡിഫോൾട്ട് എൻട്രി ചെയ്തേക്കുന്ന ബേസിസിലാണ് നമ്മൾ ഫോൾട്ടർ ചെയ്തത്. ഇനി നമുക്ക് ആൽഫബറ്റിക് വേണമെങ്കിൽ ആൽഫബറ്റിക് കാണില്ല. അപ്പം ഇതിൽ വരാൻ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ആദ്യം വരും, എ വെച്ചിട്ടുള്ളത് ആദ്യം വരും. അതല്ല നേരെ തിരിച്ച് ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് ചെയ്യാം. പിന്നെ എമൗണ്ടിന്റെ ബേസിസിൽ കുറഞ്ഞ എമൗണ്ട് ഒക്കെ ആദ്യം വരാനും ആദ്യം കൂടിയ എമൗണ്ട് ആദ്യം വരാം, അങ്ങനത്തെ ബേസിൽ. പിന്നെ കറൻസി വാല്യൂവിൻ്റെ ഒക്കെ ബേസിലും സീക്വൻസ് ഓഫ് 100 ബേസിലും. പിന്നെ വൗച്ചർ നമ്പർ, ഇപ്പോൾ വൗച്ചർ നമ്പർ നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് വൗച്ചർ നമ്പർ ഇട്ട് കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബേസിസിലൊക്കെ നമുക്ക് വൗച്ചേഴ്സ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളത് ഓരോന്നും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇങ്ങനെ നമ്മളത് കോൺഫിഗറേഷൻ ഇത് കൊടുക്കുമ്പോൾ കണ്ടോ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ എൻട്രി അങ്ങനെ പാടിയാണ്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ക്യാഷ് കോൺടാക്ട് ടു ജോയ്സ് ക്യാപിറ്റലാണ്. പിന്നെ അഡീഷണൽ നമുക്ക് നരേഷനും കാര്യങ്ങളൊക്കെ SI കൊടുക്കാനുണ്ട്, അതും കാണാൻ പറ്റും. സോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രിന്റ് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചില MCA സൈറ്റിലൊക്കെ നമുക്ക് എന്താ പറയുക ഓരോ ലെഡ്ജറിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഇതൊക്കെ വേണം. സോ അതിന് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഓരോ മാസത്തെ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓണേഴ്സ് ഒരു മാസത്തെ ഫുൾ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്താൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻ, എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയൊക്കെ വർക്ക് ചെയ്യുന്നതിനൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇതിൽ നിന്നും മനസ്സിലാവും. സോ ഇതാണ് ഡേ ബുക്ക്. ഡേ ബുക്ക് എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമല്ല, നമ്മുടെ ഡെയിലി റിപ്പോർട്ടൊക്കെയാണ്. സോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഈ ഡേ ബുക്കിൽ കയറിയിട്ട് നമുക്ക് ഈ എൻട്രീസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് ഡേ ബുക്ക്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റിപ്പോർട്ട് ഡേ ബുക്ക് തന്നെയാണ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ പേറോളിനെ പറ്റിയും അതുപോലെ തന്നെ GST എങ്ങനെ എൻട്രി ചെയ്യും, സ്റ്റോക്കിൽ എങ്ങനെ GST ഇൻക്ലൂഡ് ചെയ്യാം മുതലായ കാര്യങ്ങളെ പറ്റിയും പിന്നെ ഡേ ബുക്കിനെ പറ്റിയും നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വീട്ടിൽ പോയിട്ട്
സോ ടൈം കിട്ടുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ടാലിയിലൊരു മാസ്റ്ററായി തരിക. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.